ടു മാസ് ലേണിംഗ് ഹബ് നമ്മൾ നോക്കാൻ പോകുന്നത് BCOS 186 ബ്ലോക്ക് 4 4 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ യൂണിറ്റ് 11 റിപ്പോർട്ട് ആൻഡ് ഡോക്യുമെൻറ്റിംഗ് സെയിൽസ്. ഇതിനകത്ത് പഠിക്കാനുള്ള സെയിൽസ് സൈക്കിൾ ആൻഡ് SOP. സെയിൽസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെയിൽസ് പേഴ്സണ് ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ അഥവാ ലീഡിനെ ബയറാക്കി മാറ്റുന്നതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെയാണ് സെയിൽസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? Steps like prospecting, approaching, presenting, handling objection, closing the sale and follow up. SOP മാനുവൽ അഥവാ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ മാനുവൽ എന്ന് പറഞ്ഞാൽ ഒരു മാനുവലാണ്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റഡ് ഗൈഡാണ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഇൻസ്ട്രക്ഷൻസ്, എങ്ങനെയാണ് അവരൊരു ടാസ്കോ അല്ലെങ്കിൽ ഓപ്പറേഷനോ, ഒരു സെയിൽസ് പേഴ്സൺ, ഒരു സെയിൽസ്മാൻ ഒരു ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ ടാസ്കോ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഡീറ്റെയിലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് ഗൈഡിനെയാണ് SOP മാനുവൽ എന്ന് പറയുന്നത്. അതെന്തൊക്കെ ഉറപ്പ് വരുന്നു? അതെന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? കൺസിസ്റ്റൻസി, എഫിഷ്യൻസി ആൻഡ് പ്രൊഫഷണലിസം ഡ്യൂറിങ് കസ്റ്റമർ ഇൻട്രാക്ഷൻ്റെ സമയത്ത് കൺസിസ്റ്റൻസിയും അതുപോലെ എഫിഷ്യൻസിയും പ്രൊഫഷണലിസം ഉറപ്പ് വരുത്തുകയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ദ സെയിൽസ് സൈക്കിൾ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെയിൽസ് ടീമിനെ സിസ്റ്റമാറ്റിക്കലി ലീഡിനെ കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ കൺസിസ്റ്റൻറ്റ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കസ്റ്റമറിന് ലഭിക്കുകയും അതോടെ ബ്രാൻഡ് ഇമേജ് വർദ്ധിപ്പിക്കാനും സാധിക്കും. അതുപോലെ ഹെൽപ്പ് റെപ്രസെൻറ്റേറ്റീവ് ഫോളോ സ്ട്രക്ചേർഡ് അപ്രോച്ച് ടൈലേർഡ് ബിസിനസ് ആൻഡ് കസ്റ്റമർ നീഡ്സ്. അതുപോലെ ലോങ് ടേം റിലേഷൻഷിപ്പ് വർദ്ധിപ്പിക്കാൻ സാധിക്കും കസ്റ്റമർ റിട്ടൻഷനിലൂടെ. നീഡ് ഓഫ് എൻ SOP മാനുവൽ ഇൻ സെയിൽസ് ഓപ്പറേഷനിൽ SOP മാനുവലിൻ്റെ ആവശ്യകത എന്താണെന്നാണ് നേരത്തെ പറഞ്ഞു. SOP എന്ന് പറയുന്നൊരു ഗൈഡ് ലൈനാണ്, ഒരു ഡോക്യുമെൻറ്റഡ് ഗൈഡ് ലൈനാണ്. എങ്ങനെയാണ് ഒരു സെയിൽസ് പേഴ്സണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഗൈഡ് ലൈനാണ്. അതിനകത്ത് ഈ സെയിൽ അസോസിയേഷൻ മസ്റ്റ് റിലേ ഓൺ SOP മാനുവൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചായിരിക്കണം ഒരു സെയിൽസ് അസോസിയേഷൻ പ്രവർത്തിക്കേണ്ടത്. ഗൈഡൻസ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ വെൻ ഇൻട്രാക്ഷൻ വിത്ത് കസ്റ്റമർ. നമ്മളെ കസ്റ്റമറായിട്ട് ഇൻട്രാക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് അവരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉള്ളതാണ് SOP മാനുവൽ എന്ന് പറയുന്നത്. SOP's ഹെൽപ്പ് സ്ട്രക്ചർ എന്തൊക്കെയാണ്? ദ സ്റ്റെപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ് ആൻഡ് അതർ ക്ലയൻറ്റ് ഫേസിംഗ് ആക്ടിവിറ്റീസ്. ഈ SOPന് എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? സ്റ്റാൻഡേർഡ് ഫോർമാറ്റായിട്ട് യൂസിങ് എ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇംപ്രൂവ് ക്ലാരിറ്റി ആൻഡ് പെർഫോമൻസ്. In organizing the SOP manual, the SOP manual should be divided into functional sections such as നമ്മൾ SOP manual എന്ത് ചെയ്യണം? ഫങ്ഷണൽ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? സെയിൽസ്, ആക്ടിവിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ദീസ് സെക്ഷൻസ് ക്യാൻ ബി മാച്ച്ഡ് വിത്ത് ഓഫീസ് സെൻറ്റർ ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അത് ഈ സെക്ഷൻസ് എന്തൊക്കെയാണ്? ഓഫീസ് സെൻറ്ററും ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് മാച്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഈച്ച് ടീം ഫോളോ റെലവൻറ്റ് പ്രൊസീജിയർ. അവർ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ അനുസരിച്ചിട്ടായിരിക്കണം ഓരോ ടീമും പ്രവർത്തിക്കേണ്ടത്. അപ്പം SOP മാനുവലിനെ നമ്മൾ എന്ത് ചെയ്തു? ഫങ്ഷണൽ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യും. അതിനകത്ത് സെയിൽസ്, ആക്ടിവിറ്റി, ഡിസ്ട്രിബ്യൂഷൻ, അത് ഓഫീസ് സെൻറ്ററും ഡിപ്പാർട്ട്മെൻറ്റിന് മാച്ച് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഓരോ ടീമും അത് SOPയിൽ പറഞ്ഞ രീതിയിൽ പ്രൊസീജിയർ അനുസരിച്ചിട്ടായിരിക്കണം കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഡിസ്ട്രിബ്യൂഷൻ SOP ഒരു എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വരുന്നത് അക്വയർ ദ ഓർഡർ പിടിക്കുക, പ്രിപ്പയർ ഫോർ ഡെലിവറിക്ക് പ്രിപ്പയർ ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ, ഫോളോ അപ്പ് വിത്ത് കസ്റ്റമർ. ഇതൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ SOPയിൽ വരുന്നത്. ഈച്ച് എൻഷുർ സ്മൂത്ത് ഫ്ലോ ഓഫ് ഗുഡ്സ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സ്മൂത്ത് ഫ്ലോ ഉറപ്പ് വരുത്തുക. ടു ദ കസ്റ്റമർ, മെയിൻറ്റെയിൻ ക്വാളിറ്റി ആൻഡ് ടൈം ലൈൻ. ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് SOP മാനുവൽ. നല്ലൊരു SOP മാനുവലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ചാപ്റ്റർ ബൈ ചാപ്റ്റർ ലേഔട്ട് ഓഫ് ക്ലാരിറ്റി ഉണ്ടാവുമായിരിക്കും. അതിൽ ക്ലിയർ റിട്ടൺ ആയിരിക്കും വിത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ. ക്ലിയർ റിട്ടൺ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് ഉണ്ടാവും. എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളൊരു ടാസ്ക് അല്ലെങ്കിൽ ഓപ്പറേഷനോ നടത്തേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടാവും. ഇൻക്ലൂഡ് ലുക്ക് ലൈക്ക് എ ചെക്ക് ലിസ്റ്റ്, ഡയഗ്രാം ഓർ ക്വിക്ക് റെഫറൻസ് ഗൈഡ് പോലെ ആയിരിക്കും. അലോ ടീം മെമ്പേഴ്സ് ടു ഈസിലി ലൊക്കേറ്റ് ദ പ്രൊസീജിയർ ദേ നീഡ്. അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് പെട്ടെന്ന് തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും SOP മാനുവൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ, ഇതിൻ്റെ എങ്ങനെയാണ് ഇതുള്ളതെന്നുള്ള ടെക്സ്റ്റിനകത്ത് ഉണ്ടാവും. റെസ്പോൺസിബിലിറ്റി ഓഫ് സെയിൽ അസോസിയേഷൻ SOP എക്സിക്യൂഷനിൽ സെയിൽസ് അസോസിയേഷൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? collect customer data using structured templates,
എന്താണ് നമ്മുടെ കസ്റ്റമറിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്യുക, യൂസ് SOPs ടു എൻഷുർ കൺസിസ്റ്റൻറ്റ് സർവീസ് ക്വാളിറ്റി ഉറപ്പുവരുത്തുക, ഫോളോ പ്രൊസീജിയർ ഫോർ ടാസ്ക് ലൈക്ക് പ്രിപ്പയറിംഗ് ഓഫേഴ്സ്, പ്രോസസ്സിംഗ് ഓർഡർ, പോസ്റ്റ് സെയിൽ സപ്പോർട്ട്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഓഫേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനും ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നതിനും പോസ്റ്റ് സെയിൽ സപ്പോർട്ടിനും ആവശ്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക. അതിനകത്ത് പറഞ്ഞതുപോലെ ഹെൽപ്പ് മിനിമൈസ് കൺഫ്യൂഷൻ ആൻഡ് എൻഷുർ പ്രൊഫഷണൽ കസ്റ്റമർ ഹാൻഡിൽ. നമ്മൾ കൺഫ്യൂഷൻസ് എന്തെങ്കിലും അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രൊഫഷണലായിട്ട് നമ്മളെ കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുക, അത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി ബെനിഫിറ്റ് ഓഫ് SOP ഡ്രിവൺ സെയിൽസ് പ്രോസസ്സ് എന്നൊക്കെയാണ്. യൂണിഫോം സർവീസ് ക്വാളിറ്റി, ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും, അതുപോലെ ഓപ്പറേഷൻ എഫിഷ്യൻസി ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇംപ്രൂവ് ഓപ്പറേഷൻ എഫിഷ്യൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതുപോലെ ഹെൽപ്പ് ട്രെയിനിങ് ന്യൂ സ്റ്റാഫ്, പുതിയ സ്റ്റാഫ് വന്നതിന് അവരെ ട്രെയിൻ ചെയ്യുന്നതിന് എന്താണ് ഈ ഗൈഡ് ലൈന് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി വിത്ത് ക്ലയൻറ്റ്, അതുപോലെ ലീഡ് ടു ഇൻക്രീസ് റവന്യൂ ആൻഡ് റിപ്പീറ്റ് ബിസിനസ്. ഇനി 12th യൂണിറ്റ് എത്തിക്സ് ഇൻ സെല്ലിംഗ്. സെല്ലിങ്ങിൽ ഉണ്ടാകുന്ന എത്തിക്സിനെ കുറിച്ചാണ് ഈ പാഠം പറയുന്നത്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ്സിൽ കാണിക്കേണ്ട സദാചാരം അല്ലെങ്കിൽ നീതി എന്നൊക്കെ പറയും. നമ്മൾ എത്തിക്കൽ സെല്ലിംഗ് എന്ന് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് അപ്ലൈങ് മോറൽ വാല്യൂ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഇൻ ദ സെയിൽ പ്രോസസ്സ്. സെയിൽ പ്രോസസ്സിൽ നമ്മൾ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡും അതുപോലെ പ്രിൻസിപ്പിൾസും മോറൽ വാല്യൂസും അപ്ലൈ ചെയ്യുന്നതിനെയാണ് എത്തിക്കൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതെന്ത് എംഫസൈസ് ചെയ്യുന്ന ഹോണസ്റ്റി, ട്രാൻസ്പെറൻസി, ഫെയർനെസ്, ഇൻറ്റഗ്രിറ്റി. ഇത് എത്തിക്കൽ സെല്ലിങ്ങിനോടുകൂടി നമുക്ക് എന്തെല്ലാം എംഫസൈസ് ചെയ്യാൻ സാധിക്കും? ഹോണസ്റ്റി, ട്രാൻസ്പെറൻസി ആൻഡ് ഫെയർനെസ്, ഇൻറ്റഗ്രിറ്റി. നമ്മൾ സെയിൽസ് ഇൻട്രാക്ഷനിൽ ഇതൊക്കെ നമുക്ക് എംഫസൈസ് ചെയ്യാൻ സാധിക്കും. പ്രൈമറി ഗോൾ ഓഫ് എത്തിക്കൽ സെല്ലിംഗ് എന്തൊക്കെയാണ്? ബിൽഡ് ലോങ് ടേം ട്രസ്റ്റ്. നമ്മൾ കസ്റ്റമറുമായിട്ടുള്ളൊരു ലോങ് ടേം ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ അവർക്ക് കസ്റ്റമർ വീണ്ടും റിപ്പീറ്റ് പർച്ചേസ് ചെയ്യുന്ന അവരെ എൻകറേജ് ചെയ്യുന്നു. എൻഷുർ കസ്റ്റമർ ഫീൽ റെസ്പെക്റ്റഡ് ആൻഡ് ട്രീറ്റഡ് ഫെയർലി. നമ്മളെ കസ്റ്റമറിന് അവരെ റെസ്പെക്റ്റ് ചെയ്ത പോലെയും അവരെ ഫെയർലി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുള്ളൊരു ഒരു ഫീൽ അവർക്ക് നമുക്ക് നൽകാൻ സാധിക്കുന്നു. Ethical foundation of sales is built upon several important personal and organizational traits. എന്തൊക്കെയാണ് എത്തിക്കൽ ഫൗണ്ടേഷൻ ഓഫ് സെയിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? സെവറൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സണൽ ഓർഗനൈസേഷൻ ട്രൈറ്റ്സ് വെച്ചിട്ടാണ്. പിന്നെ ഇൻറ്റഗ്രിറ്റി, സ്റ്റേയിങ് ട്രൂത്ത്ഫുൾ ആൻഡ് കൺസിസ്റ്റൻറ്റ് ഇൻ വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. എന്ത് ചെയ്യണം? നമ്മൾ പറയുന്ന കാര്യങ്ങളും പ്രവൃത്തികളും നമ്മൾ എന്തായിരിക്കണം? കൺസിസ്റ്റൻറ്റും ആയിരിക്കണം, ട്രൂത്ത്ഫുള്ളും ആയിരിക്കണം. ട്രസ്റ്റ്, ഗെയിനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് കസ്റ്റമർ കോൺഫിഡൻസ്. നമ്മൾ ട്രസ്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമറിൻ്റെ കോൺഫിഡൻസ് നേടിയെടുക്കണം. അതുപോലെ ഹോണസ്റ്റ്, ഷെയറിങ് ട്രൂത്ത്ഫുൾ ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. നമ്മൾ നൽകുന്ന പ്രൊഡക്റ്റിനെ സർവീസിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം നൽകുക. ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ വൺസ് പ്രോമിസസ് ആൻഡ് ആക്ഷൻ. അതുപോലെ ഫെയർനെസ്, ട്രീറ്റിംഗ് ഓൾ കസ്റ്റമർ ഈക്വലി ആൻഡ് ജസ്റ്റ്ലി. നമ്മൾ എല്ലാ കസ്റ്റമറിനെയും ഈക്വലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതുപോലെ റിഫ്ലക്റ്റിംഗ് സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ബിഹേവിയർ. ഹോണർ ആൻഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ബിഹേവിയർ. അതുപോലെ റെപ്രസെൻറ്റിംഗ് ദ എത്തിക് ആൻഡ് മിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഫോർ വിർച്വ ആൻഡ് വാല്യൂസ് ഇൻ എത്തിക്കൽ സെല്ലിംഗ്. ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്കൽ സെല്ലിങ്ങിൻ്റെ എന്തൊക്കെയാണെന്നാണ്. എത്തിക്കൽ സെല്ലിംഗ് ഈസ് നോട്ട് ജസ്റ്റ് ബെനിഫിഷ്യൽ ഫോർ കസ്റ്റമർ, ഇറ്റ്സ് ഓൾസോ ഹെൽപ്സ്. നമ്മൾക്ക് കസ്റ്റമറിൻ്റെ ബെനിഫിറ്റ്സിന് മാത്രമല്ല, പക്ഷെ എന്തൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കമ്പനീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എത്തിക്കൽ സെല്ലിംഗ്. എങ്ങനെ? ബ്രാൻഡ് ഇമേജ് വർദ്ധിപ്പിച്ചിട്ട് കസ്റ്റമറുടെ ലോയാലിറ്റി നമുക്ക് നേടിയെടുത്തിട്ട് ലീഗൽ ഇഷ്യൂസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇനി സെയിൽസ് പ്രൊഫഷണൽസിനാണെങ്കിൽ ബിൽഡ് എ റെസ്പെക്ട് കരിയർ, നല്ലൊരു റെസ്പെക്ട് കരിയർ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഡെവലപ്പ് ലാസ്റ്റിംഗ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്, ക്ലയൻറ്റുമായിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എത്തിക്കൽ സെല്ലിങ്ങിലൂടെ. കസ്റ്റമേഴ്സിനാണെങ്കിൽ റിസീവ് ഫെയർ ട്രീറ്റ്മെൻറ്റ്, ട്രാൻസ്പെറൻറ്റ് ഇൻഫർമേഷൻ, ഫീൽ സെക്യൂർ ഇൻ പർച്ചേസിങ് ഡിസിഷൻ. കസ്റ്റമേഴ്സിന് അവർക്ക് എന്താണ് ഫെയർ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നു, അതുപോലെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നു, അവർ
പർച്ചേസ് ചെയ്യുന്ന ഡിസിഷനിൽ സെക്യൂർ ആയിരിക്കും, സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. ഇൻ എത്തിക്കൽ ബിഹേവിയർ ഇൻ സെല്ലിംഗ്, ഐഡിയൽ എത്തിക്കൽ ബിഹേവിയർ എക്സ്പെക്റ്റഡ് ഫ്രം ദ സെയിൽസ് പീപ്പിളിൻ്റെ അടുത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എത്തിക്കൽ ബിഹേവിയർ എന്തൊക്കെയാണ്, ഐഡിയൽ എത്തിക്കൽ ബിഹേവിയർ എന്തൊക്കെയാണ്? ഗിവിംഗ് ആക്യുറേറ്റ് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ, കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ നൽകുക. അവോയ്ഡിങ് മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ എക്സാജറേഷൻ, ആവശ്യമായിട്ടുള്ള മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സോ എക്സാജറേഷനോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള സർവീസിനെ കുറിച്ചിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയാതിരിക്കാം. നോട്ട് യൂസിങ് മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ് ടു പ്രഷർ കസ്റ്റമറെ പ്രഷർ ചെയ്തുകൊണ്ട് അനാവശ്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ റെഫറിങ് ഫ്രം ബ്രൈബറി ഓർ അൺഎത്തിക്കൽ ഇൻഫ്ലുവൻസ്, അതുപോലെ എൻഷുറിങ് നോൺ ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ്, അതുപോലെ റെസ്പെക്റ്റിംഗ് കസ്റ്റമർ പ്രൈവസി ആൻഡ് കൺസെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒരു എത്തിക്കൽ ബിഹേവിയർ ഇൻ സെല്ലിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എത്തിക്കോ ലീഗൽ ഇഷ്യൂസ് ഇൻ സെല്ലിങ്, നമ്മൾ സെല്ലിങ്ങിൽ നമ്മൾ എന്താണ് കാണാൻ, കമ്പനി മസ്റ്റ് അവോയ്ഡ് അൺഎത്തിക്കൽ ആൻഡ് ലീഗലി ക്വസ്റ്റ്യനബിൾ പ്രാക്ടീസസ്. കമ്പനീസ് എന്ത് ചെയ്യണം? അൺഎത്തിക്കലും അതുപോലെ ലീഗലി ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. അതിൽ വരുന്ന എന്തൊക്കെയാണ്? സെയിൽ പഫറി, അത് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള വാഗൻ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ക്ലെയിംസ് ഒക്കെ, ലൈക്ക് വേൾഡ് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കളവൊക്കെ പറയുന്നത്, അങ്ങനെ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാതിരിക്കുക. ഫോൾസ് ക്ലെയിം, അതുപോലെ എക്സാജറേഷൻ, ബ്രൈബ് ആൻഡ് കിക്ക് ബാക്സ്, ഓഫറിങ് ഗിഫ്റ്റ് ഓർ മണി ടു ഇൻഫ്ലുവൻസ് ബൈങ് ഡിസിഷൻസ്, നമ്മൾ കസ്റ്റമറിൻ്റെ ബൈങ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടി മണിയോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫർ ചെയ്യുന്നത്. അതുപോലെ ടൈം സെയിൽസ് ഓഫ് ഹസാർഡസ് ഗുഡ്സ്, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രാൻഡ് ട്രസ്റ്റ് ഡാമേജ് ചെയ്യാനും ലീഗൽ ആക്ഷൻ വരാനും, അതുപോലെ നമ്മുടെ മാർക്കറ്റ് ഷെയർ ലോസ് ചെയ്യാനും സാധ്യതയുണ്ട്. നീഡ് ഫോർ മോണിറ്ററിങ് എത്തിക്കൽ സെല്ലിംഗ്, നമ്മൾ എത്തിക്കൽ സെല്ലിംഗ് എന്താണെന്ന് ഒരു സിസ്റ്റമാറ്റിക് സൂപ്പർവിഷനും മോണിറ്ററിങ് അത്യാവശ്യമാണ്. കറക്റ്റായിട്ട് എത്തിക്കൽ സെല്ലിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സൂപ്പർവിഷനോടുകൂടി അല്ലെങ്കിൽ ഒരു മോണിറ്ററിങ് അവിടെ നടത്തേണ്ടതായിട്ടുണ്ട് ഓരോ ബിസിനസ്സും. എത്തിക്കൽ കംപ്ലയിൻറ്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നു? സെയിൽസ് കണ്ടക്റ്റിന് ഇവാലുവേറ്റ് ചെയ്യും, മാൽ പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യും. അപ്പം ബിസിനസ് എന്ത് ചെയ്യണം? എത്തിക്കൽ കംപ്ലയിൻറ്റ് സിസ്റ്റം അഡാപ്റ്റ് ചെയ്യണം. ഇനി പെർസുവേഷൻ വേഴ്സസ് മാനിപ്പുലേഷൻ സെയിൽസ്. പെർസുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ അന്വയിപ്പിച്ച് നമ്മൾ അവരെ നമ്മൾ ബയ്യറാക്കി മാറ്റും. അപ്പോൾ മാനിപ്പുലേഷൻ ഇൻ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസുവേഷൻ ഷുഡ് ബി ട്രൂത്ത്ഫുൾ ആൻഡ് റെസ്പെക്ട്ഫുൾ. നമ്മൾ ഒരാളെ അന്വയിപ്പിക്കുന്നത് ട്രൂത്ത്ഫുള്ളും റെസ്പെക്ട്ഫുള്ളും ആയിരിക്കണം. മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. ഒരാൾ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടായിരിക്കാൻ പാടില്ല നമ്മുടെ ലീഡിനെ നമ്മൾ കസ്റ്റമറാക്കി മാറ്റുന്നത്, ബയ്യറാക്കി മാറ്റുന്നത്. ഇപ്പം കംപ്ലയിൻസ് ടെക്നിക് യൂസ്ഡ് അൺഎത്തിക്കൽ വേ മസ്റ്റ് അവോയ്ഡ്. നമ്മൾ അൺഎത്തിക്കൽ വേ നമ്മൾ എന്ത് ചെയ്യണം? അൺഎത്തിക്കലായിട്ട് നമ്മൾ ടെക്നിക്സുകൾ എന്ത് ചെയ്യണം? നമ്മൾ അവോയ്ഡ് ചെയ്യണം. സച്ച് ആസ് എന്തൊക്കെ വരും? ലോ പോളിംഗ്, ഓഫറിങ് ലോ പ്രൈസ് ടു അട്രാക്ട് ദ ബയർ, ദെൻ ആഡിങ് കോസ്റ്റ് ലേറ്റ്. നമ്മൾ ഓഫറൊക്കെ നൽകി ചെറിയ പൈസയൊക്കെയാണ് വിൽക്കുന്നത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നൽകിക്കൊണ്ട് പിന്നീട് നമ്മൾ ആ കോസ്റ്റ് ആ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നത്, അതൊക്കെ നമ്മളൊരു ചീറ്റിങ് പോലെയാണ്. അത്ര കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കാം. ഫുട്ട് ഇൻ ദ ഡോർ, ഗെറ്റിംഗ് സ്മോൾ അഗ്രിമെൻറ്റ് ഫസ്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് ലാർജ് വൺ, ഡോർ ഇൻ ദ ഫേസ്, മേക്കിംഗ് ലാർജ് റിക്വസ്റ്റ് എക്സ്പെക്ട് റിജക്ഷൻ, ദെൻ മേക്കിംഗ് സ്മോളർ. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അവോയ്ഡ് ചെയ്യുക. റെസിപ്രോസിറ്റി, യൂസിങ് ഫേവർ ടു ഇൻഫ്ലുവൻസ് കസ്റ്റമർ ഇൻ റിട്ടേൺ ദ ഫേവർ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് കസ്റ്റമറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു റിട്ടേൺ ഫേവറിനായിട്ട്. അതുപോലെ ഇൻറ്റഗ്രേഷൻസ്, എക്സസീവ് ഫ്ലാറ്ററി ആൻഡ് മാനിപ്പുലേറ്റീവ് ദ കസ്റ്റമർ. അതുപോലെ ഓഫറിങ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ജസ്റ്റ് ബിഫോർ ദ ബയർ കമ്മിറ്റിന് മുമ്പ് അയാൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ ഓഫർ ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ്? നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു മാനിപ്പുലേഷൻ ഇൻ സെയിൽസ് ആയിട്ട് കണക്കാക്കപ്പെടും. അൺഎത്തിക്കൽ വേ ആണ് ഇതൊക്കെ. ഈ ടാറ്റിക്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്? നമ്മളെ കസ്റ്റമറിനെ മിസ്ലീഡ് ചെയ്യും, ഡിസാറ്റിസ്ഫാക്ഷൻസും നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഹാം ചെയ്യാനും സാധ്യതയുണ്ട്. റോൾ ഓഫ് എത്തിക്കൽ കോഡ് ഇൻ സെയിൽസ്. റിട്ടൺ എത്തിക്കൽ കോഡ് ഓഫ് സെല്ലിംഗ് ഹൈലി റെക്കമെൻഡഡ് ഫോർ ഓർഗനൈസേഷൻ. നമ്മൾ ഓരോ ഓർഗനൈസേഷനും ഒരു റിട്ടൺ എത്തിക്കൽ കോഡ് ഓഫ് സെല്ലിംഗ് എന്താണ്? ഹൈലി റെക്കമെൻഡഡ് ആണ്, വളരെ അത്യാവശ്യമാണ്. അതിനകത്ത് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ഗൈഡ് ഫോർ ദ എത്തിക്കൽ ബിഹേവിയർ. നമ്മളെ സെയിൽസ് പീപ്പിളുടെ എത്തിക്കൽ ബിഹേവിയറിന് ക്ലിയർ ഗൈഡ് ലൈൻ കൊടുക്കുന്നു. പ്രൊട്ടക്റ്റിംഗ് അഗെയിൻസ്റ്റ് ലീഗൽ ഇഷ്യൂസ്, അതുപോലെ ഇംപ്രൂവ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ബൈ എൻഷുറിംഗ് ഫെയർ പ്രാക്ടീസസ്.
ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിനകത്തുള്ള യൂണിറ്റ് 13 സ്കിൽ ഫോർ സെയിൽസ് പേഴ്സൺ. ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടാവേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്നാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. സെയിൽസ് കമ്മ്യൂണിക്കേഷൻ സക്സസ്. നമ്മൾ ഫസ്റ്റ് ഇവിടെ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഓഫ് ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഒരു സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ലിസണിങ് അണ്ടർസ്റ്റാൻഡിങ് സ്കിൽ അത്യാവശ്യമായിട്ട് വേണം. എ ഗുഡ് സെയിൽസ് പേഴ്സൺ ലിസൺ കെയർഫുള്ളി. ഒരു നല്ലൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ എന്തെങ്കിലും അയാൾ എന്ത് ചെയ്യും? കസ്റ്റമറിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കുന്നത് ക്ലിയർ ആയിട്ട് കെയർഫുള്ളായിട്ട് അത് ലിസൺ ചെയ്തെന്ന് മനസ്സിലാക്കും. എന്താണ് അവരുടെ പ്രോബ്ലം എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇനി എക്സ്പീരിയൻസ് സെയിൽസ് പീപ്പിൾ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഐഡൻറ്റിഫൈ കസ്റ്റമർ നീഡ്സ് ആൻഡ് ഓഫറിംഗ് ടൈലേർഡ് സൊല്യൂഷൻ. എക്സ്പീരിയൻസ് സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ കസ്റ്റമറിൻ്റെ നീഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അയാൾക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ നൽകും. ലിസണിങ് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമർ. നമ്മളൊരാളെ നമ്മളൊരാളെ ശ്രദ്ധിച്ച് കേൾക്കുന്നത്, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കസ്റ്റമറായിട്ടുള്ള ട്രസ്റ്റും സ്ട്രോങ് റിലേഷൻഷിപ്പും ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. അവോയ്ഡ് ഇൻറ്ററപ്റ്റിംഗ് ആൻഡ് യൂസ് അക്നോളജ്മെൻറ്റ്, ഐ കോൺടാക്റ്റ് ആൻഡ് ഫീഡ്ബാക്ക്. നമ്മൾ ഇൻറ്ററപ്റ്റിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഐ കോൺടാക്റ്റും ഫീഡ്ബാക്കും ഉറപ്പുവരുത്തുക. റോൾ ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് എസെൻഷ്യൽ ഫോർ സെയിൽസ് സക്സസ്. കൺവേർട്ട് പ്രൊഡക്റ്റ് നോളജ് ഇൻ ടു സെയിൽസ്. എസെൻഷ്യൽ ഫോർ സെയിൽസ് സക്സസ്സിന് നമ്മൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ സെയിൽസ് സക്സസ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രൊഡക്റ്റ് നോളജിനെ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. മിയർ നോളജ് ഓഫ് മാർക്കറ്റ് ക്ലയൻറ്റ് ട്രെൻഡ് ഈസ് നോട്ട് ഇനഫ് വിത്തൗട്ട് ഗുഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെയിൽസ് നടത്താൻ സാധിക്കില്ല. ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് സെയിൽസ് നടത്താൻ പറ്റുള്ളൂ. മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള മിയർ നോളജ് ക്ലയൻറ്റ് ഓർ ട്രെൻഡ്സ് ഈസ് നോട്ട് ഇനഫ് വിത്തൗട്ട് ഗുഡ് കമ്മ്യൂണിക്കേഷൻ. ദ പ്രാക്ടിക്കൽ സൈഡ് ഓഫ് സെല്ലിംഗ് ഇൻവോൾവ്സ് കൺവേയിങ് നോളജ് എഫക്റ്റീവ്. നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് ഓഫ് സെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ നോളജ് എഫക്റ്റീവ്ലി കൺവേ ചെയ്യുന്നതിനെയാണ്. ബിക്കമിങ് എ പ്രോബ്ലം സോൾവർ. സക്സസ് ഇൻ സെയിൽ ഈസ് ഈക്വൽ ടു ബിക്കമിങ് എ പ്രോബ്ലം സോൾവർ. സക്സസ് ഇൻ സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യുക, അതിനെ പ്രോബ്ലം സോൾവറായി മാറുക എന്നുള്ളതാണ് സക്സസ് ഇൻ സെയിൽ എന്ന് പറയുന്നത്. ഈ നോട്ട് ജസ്റ്റ് പ്രൊഡക്റ്റ് സെല്ലർ ആവാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോബ്ലം സോൾവറായി മാറണം. എന്നാൽ മാത്രമേ ഒരു സക്സസ് ഇൻ സെയിൽസ് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഗുഡ് സെയിൽസ് പീപ്പിൾ എന്ത് ചെയ്യും? കസ്റ്റമറിൻ്റെ നീഡ്സും പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻ അവർക്ക് ഓഫർ ചെയ്യും. ഫോക്കസ് ഓൺ ബെനിഫിറ്റ്സ്. അവർ എന്ത് ചെയ്യും? ഫോക്കസ് ഓൺ ബെനിഫിറ്റ്സ് നോട്ട് ഫീച്ചേഴ്സ്. ഗൈഡ് കസ്റ്റമർ വിത്ത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? കസ്റ്റമറിനെ ഗൈഡ് ചെയ്യും. ഒരു കസ്റ്റമറിനെ ബയറാക്കി മാറ്റുന്നതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നൽകിക്കൊണ്ട് അവരെന്ത് ചെയ്തു? കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ അവരെന്ത് ചെയ്യും? ഗൈഡ് ചെയ്യും കസ്റ്റമറിനെ. ഈ കമ്മ്യൂണിക്കേഷൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റും. ടുഡേയ്സ് സെല്ലർ മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് പെർസ്യൂസീവ്ലി. ഇവിടെ പറയും നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ക്ലിയർ ആയിട്ടും നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ നടത്തണം. മസ്റ്റ് മോട്ടിവേറ്റ് കസ്റ്റമറിനെ നമ്മൾ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. അതുപോലെ ഹാൻഡിൽ ഒബ്ജെക്ഷൻസ്, എംഫസൈസ് ബെനിഫിറ്റ് ഓവർ കോമ്പറ്റീറ്റേഴ്സ്. നമ്മൾ കോമ്പറ്റീറ്റേഴ്സിന് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമുക്ക് കസ്റ്റമറെ അനുനയിപ്പിക്കുക, കസ്റ്റമറെ നമ്മളെ ബയറാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ഒബ്ജെക്ഷൻസ് ഒക്കെ വന്നതിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മൾ ബയറാക്കി മാറ്റണം. ഷുഡ് പ്രസൻറ്റ് സൊല്യൂഷൻ ദാറ്റ് ഓഫർ ബെറ്റർ വാല്യൂ ദാൻ അതർ പ്രൊഡക്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സൊല്യൂഷൻ പ്രസൻറ്റ് ചെയ്യണം ദാറ്റ് ഓഫർ ബെറ്റർ വാല്യൂ ദാൻ അതർ പ്രൊഡക്റ്റ്. മറ്റ് പ്രൊഡക്റ്റിനേക്കാൾ ബെറ്റർ വാല്യൂ ഓഫർ ചെയ്യുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രസൻറ്റ് ചെയ്യണം. അടുത്ത പേഴ്സണൽ സ്കിൽസ് എന്തൊക്കെയാണ്? ഗോ ബിയോണ്ട് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ അപ്പുറത്ത് എന്തൊക്കെയാണ്? ഇൻവോൾവ് എംപതി, ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് ട്രസ്റ്റ് ബിൽഡിംഗ്. ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ ഇമോഷൻസ്. നമ്മൾ കസ്റ്റമറിൻ്റെ ഇമോഷൻസ് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നു, മനസ്സിലാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെസ്പോണ്ടിങ് ടാക്ട്ഫുള്ളി ആൻഡ് ബിൽഡിംഗ് ലോങ് ടേം ട്രസ്റ്റ്. ക്രൂഷ്യൽ ഫോർ ഹാൻഡ്ലിംഗ് റിജക്ഷൻ ആൻഡ് ഒബ്ജെക്ഷൻസ് ഗ്രേസ്ഫുള്ളി. Sales people as knowledge managers. They manage customer data, product knowledge, market trends and competitive info. സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു നോളജ് മാനേജേഴ്സും. കാരണം അവരുടെ അടുത്ത് ഒരുപാട്
എന്തുണ്ട്, അറിവുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ കസ്റ്റമർ ഡാറ്റാസ് അവരുടെ കയ്യിലുണ്ടാവും, പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവും, മാർക്കറ്റ് ട്രെൻഡ്സ് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കോമ്പറ്റേറ്റേഴ്സിൻ്റെ മറ്റ് കമ്പനിയിലുള്ള ഇൻഫോർമേഷനൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെന്തായാലും നമുക്ക് വിളിക്കാം നോളജ് മാനേജേഴ്സ് എന്ന് പറയും. മസ്റ്റ് റിട്ടൈൻ അപ്ഡേറ്റ് ആൻഡ് യൂസ് നോളജ് ടു ബിൽഡ് കസ്റ്റമർ ട്രസ്റ്റ്. നമ്മൾ ആവശ്യമായിട്ടുള്ള എന്താണ് നോളജ് റിട്ടൈൻ ചെയ്യുക, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കസ്റ്റമർ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈ റൈറ്റ് പ്രൊഡക്റ്റ്, ക്രിയേറ്റ് കസ്റ്റമൈസ് സൊല്യൂഷൻ, മെയിൻറ്റെയിനിങ് ക്രെഡിബിലിറ്റി. അടുത്ത റോൾ ഓഫ് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസിൻ്റെ റോൾ എന്തൊക്കെയാണ് ഇതിനകത്തുനിന്ന്? സെല്ലിംഗ് കണ്ടിന്യൂ ആഫ്റ്റർ സെയിൽ ത്രൂ സപ്പോർട്ട് ആൻഡ് സർവീസ്. കസ്റ്റമർ സർവീസ് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്താണ്, നമ്മൾ സപ്പോർട്ട് ആൻഡ് സർവീസസ് നമ്മൾ നൽകുന്നുണ്ട് കസ്റ്റമേഴ്സിന്. എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി. അവിടെ എന്താണ്, ട്രസ്റ്റും ലോയൽറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എൻഷുർ റിപ്പീറ്റ് ബിസിനസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇത് കസ്റ്റമർ സർവീസ് എന്തോ ഉറപ്പുവരുത്തുന്നുണ്ട്, നമ്മൾ റിപ്പീറ്റ് ബിസിനസ്, വീണ്ടും ഒരു കസ്റ്റമർ വീണ്ടും തിരിച്ചു വരാനും അവർ വീണ്ടും പർച്ചേസ് ചെയ്യാനും അവർ വീണ്ടും നമ്മളെ ബയറായി മാറാനും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇത് ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് യൂണിറ്റ് 14 കരിയർ ഓപ്പർച്യൂണിറ്റി ഇൻ പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ എന്താണ്, സെയിൽസ് പേഴ്സണി മാത്രമുള്ള ഒരു സ്കില്ലല്ല, അതൊരു യൂണിവേഴ്സൽ സ്കില്ലാണ്. കാരണം സെല്ലിംഗ് ഈസ് നോട്ട് ഫോർ ദോസ് വർക്കിംഗ് ഇൻ ദ പ്രൊഫഷൻ ഓഫ് സെയിൽ, റാദർ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ സ്കിൽ നെസസറി ഫോർ എവറി വൺ. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളൊരു യൂണിവേഴ്സൽ സ്കില്ലാണ് സെയിൽ എന്ന് പറയുന്നത്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല സാധനങ്ങളും വിൽക്കുന്നുണ്ട്. ഇന്ന് പ്രൊഫഷണൽസ് മാത്രമല്ല, നമ്മൾ പോലും പല സാധനങ്ങളും വിൽക്കുന്നുണ്ട്. അപ്പം സെല്ലിംഗ് സ്കില്ല് നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പ്രൊഫഷണൽ ലൈഫിലായാലും പേഴ്സണൽ ലൈഫിലായാലും അതുപോലെ ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സെല്ലിംഗ് സ്കില്ല് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതൊരു ആവശ്യമായ ഘടകം തന്നെയാണ് നമ്മുടെ ലൈഫിൽ. പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഐഡിയാസ് നമ്മൾ വിറ്റുകൊണ്ട് നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ നെഗോഷിയേഷൻ നടത്തുന്നത് ബെറ്റർ റോൾസിന് അല്ലെങ്കിൽ ക്ലയൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺവിൻസ് ചെയ്യുന്നത് ഒക്കെ എന്താണ്, പ്രൊഫഷണൽ ലൈഫിൽ സെല്ലിംഗ് സ്കില്ലാണ്. ഈ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഒരു ഫാമിലി മെമ്പേഴ്സിനെ അന്വേഷിച്ചുകൊണ്ട് ഫ്രണ്ട്സിനെ അന്വേഷിച്ച് നമ്മളെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നു ഇൻ്റർവ്യൂവിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മളിത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ലേണിംഗ് ടു സെൽ therefore learning to sell effectively is valuable skill. നമ്മൾ എഫക്റ്റീവായിട്ട് സെല്ല് ചെയ്യുന്നതാണ് ഒരു വാല്യുബിൾ സ്കില്ല് തന്നെയാണ്. കരിയറോ ലൈഫ് സ്റ്റൈലോ അതിന് ബാധകമല്ല. ഒരു എഫക്റ്റീവായി സെല്ല് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ വാല്യുബിളായൊരു സ്കില്ല് തന്നെയാണ്. വൈ ചൂസ് കരിയർ ഇൻ സെയിൽസിൽ എന്തിനാണ് നമ്മൾ കരിയർ ചൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഏർണിംഗ് പൊട്ടൻഷ്യൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസെൻറ്റീവ് ബേസ്ഡ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് കമ്മീഷന് ബോണസ് നേടാം, നമുക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ഹൈ പെർഫോമിംഗ് സെയിൽസ് പീപ്പിൾ ക്യാൻ ഏൺ മോർ ദാൻ പ്രൊഫഷണൽ ഇൻ എ അതർ ഫീൽഡ്. ഹൈ പെർഫോമൻസ് സെയിൽസ് പേഴ്സൺസിന് പ്രൊഫഷണലിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യാൻ സാധിക്കും. ഫ്ലെക്സിബിലിറ്റി, അതുപോലെ മെനി സെയിൽ ജോബ് ഓഫർ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ, വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഓർ ടെറിട്ടറി ബേസ്ഡ് ഫ്രീഡം. ഈ സെയിൽസ് പീപ്പിളിന് എന്ത് ചെയ്യാം, വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടെറിട്ടറി ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിളാണ് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് ജോബ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്. അൺലൈക്ക് ഫിക്സ്ഡ് ഡെസ്ക് ജോബ്, നമ്മളൊരു ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നത് പോലെയല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് എന്ത് ചെയ്യാം, നമുക്ക് സെയിൽസ് നടത്താം. ത്രൂ ദ ഫോൺ കോൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീടുകളിൽ പോയി ചെന്നുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ലാപ്ടോപ്പ് വെച്ചൊക്കെ സെയിൽസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ഫ്ലെക്സിബിളാണ് ഈ വർക്ക് എന്ന് പറയുന്നത്. ജോബ് സെക്യൂരിറ്റി, സെയിൽസ് റോൾ എന്ന് പറയുന്ന എല്ലാ ബിസിനസ്സിലും സെയിൽസ് അത്യാവശ്യമായതുകൊണ്ട് തന്നെ സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ സെയിൽസ് റോൾ എന്ന് പറയുന്നത് ഹൈ ഡിമാൻഡ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് ജോബ് സെക്യൂരിറ്റി ഉണ്ട്, സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതുപോലെ കരിയർ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. സെയിൽസ് ജോബ് എന്ത് ചെയ്യും, നമ്മളെ ക്രിട്ടിക്കൽ വർക്ക് പ്ലേസ് സ്കില്ല് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ, റെസിലിയൻസ്, നെഗോഷിയേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് ഡെവലപ്മെൻറ്റ് വരുത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ
എന്താണ് കസ്റ്റമറുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനും അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതിലൂടെ അവർ പേഴ്സണൽ ആൻഡ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. അതുപോലെ മാസ്റ്ററിങ് ഇൻ ഡിമാൻഡ് സ്കില്ലായിട്ടുള്ള സെയിൽസ് പേഴ്സൺ മാസ്റ്റർ സ്കിൽ ദാറ്റ് ആർ ട്രാൻസ്ഫറബിൾ ടു എനി കരിയർ, ഇൻക്ലൂഡിങ് നമ്മൾ ഈ സെയിൽസ് നമുക്ക് ലഭിക്കുന്ന സ്കില്ലുകൾ നമുക്ക് മറ്റേത് കരിയറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്കില്ലുകൾ നമുക്ക് എന്തിലൂടെ കിട്ടും, ഈ സെയിൽസിലൂടെ കിട്ടും. അതിൽ വരുന്ന എന്തൊക്കെയാണ് പെർsuasion, പബ്ലിക് സ്പീക്കിംഗ്, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ്, മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിങ്, അഡാപ്റ്റബിലിറ്റി ആൻഡ് കോൺഫിഡൻസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെയിൽസിൽ നിന്നാലും സെയിൽസ് പീപ്പിളിന് ലഭിക്കുന്ന സ്കില്ലുകളാണ്. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ മറ്റ് കരിയറിലും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സെയിൽസ് പേഴ്സൻ്റെ റോളും ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? The task of a salesperson vary widely depending on the product, company and industry. നമ്മുടെ അവരുടെ സെയിൽസ് പേഴ്സൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പ്രൊഡക്റ്റും കമ്പനി അല്ലെങ്കിൽ ഇൻഡസ്ട്രീനെ ആയിരിക്കും. അപ്പം സം റെസ്പോൺസിബിലിറ്റി, കോമൺ ആയിട്ട് ചില റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് ക്രിയേറ്റ് ന്യൂ കസ്റ്റമർ, നമ്മൾ പുതിയ പ്രോസ്പെക്ട്സ് കണ്ടെത്തുക, അതിന് പ്രോസ്പെക്ട്സിനെ കൺവേർട്ട് ചെയ്ത് ബയർ, അവരെ ബയറാക്കി മാറ്റുക. സെൽ മോർ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്, നമ്മൾ എക്സിസ്റ്റിംഗ് കസ്റ്റമറിന് കൂടുതൽ നമ്മൾ വിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ ബിൽഡ് ലോങ് ടേം റിലേഷൻഷിപ്പ്, പ്രൊവൈഡ് സൊല്യൂഷൻസ്, കസ്റ്റമറിന് പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ഒരു ട്രസ്റ്റ് അഡ്വൈസറായിട്ട് എന്ത് ചെയ്യുക, അവർക്ക് അവരുടെ സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക. ഓഫർ ആഫ്റ്റർ സെയിൽ സർവീസ് നൽകുക, ഹെൽപ്പ് കസ്റ്റമർ റീസെല്ല്, സപ്പോർട്ട് പ്രൊഡക്റ്റ് യൂസേജ്, പ്രൊവൈഡ് മാർക്കറ്റ് ഫീഡ്ബാക്ക്. അതുപോലെ ബിൽഡ് ഗുഡ് വിൽ ആൻഡ് പോസിറ്റീവ് ബ്രാൻഡ് ഇമേജ്, എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയറിലൂടെ എന്ത് ചെയ്യുക, നമ്മുടെ ഗുഡ് വില്ല്, കമ്പനിക്ക് വേണ്ടിയുള്ള ഗുഡ് വില്ലും ബ്രാൻഡ് ഇമേജും കൊണ്ടുവരിക. അപ്പോൾ ഇത്രയാണ് കോമൺ ആയിട്ടുള്ള സെയിൽസ് പേഴ്സൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. Sales a key role across all industries. Sale is a core function in every business and industry. എല്ലാ ഇൻഡസ്ട്രിയിലും ബിസിനസ്സിലും ഒരു കോർ ഫംഗ്ഷൻ തന്നെയാണ് സെയിൽസ് നടന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അവിടെ റവന്യൂ ഉണ്ടാവുള്ളൂ. നോ കമ്പനി ക്യാൻ സർവ് വിത്തൗട്ട് ജനറേറ്റിംഗ് റവന്യൂ ത്രൂ സെയിൽസ്. അപ്പോൾ റവന്യൂ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പനിക്കും സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സെയിൽസ് അവിടെ നടന്നേ പറ്റുള്ളൂ. അപ്പോൾ സം ഇൻഡസ്ട്രീസ് വേർ സെയിൽ കരിയർ ആർ എസ്പെഷ്യലി ലുക്രേറ്റീവ് ആൻഡ് ഫാസ്റ്റ് ഗ്രോ ഇൻക്ലൂഡ്. ചില ഇൻഡസ്ട്രികളിൽ സെയിൽസ് വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ചില ഇൻഡസ്ട്രീസുകളിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി, IT സെല്ലിംഗ് സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഡിജിറ്റൽ സൊല്യൂഷൻസ്, റിയൽ എസ്റ്റേറ്റ് സെല്ലിംഗ് പ്രോപ്പർട്ടി, ഹോംസ്, കൊമേഴ്ഷ്യൽ സ്പേസസ്, ഫാർമക്യൂട്ടിക്കൽ സെല്ലിംഗ് മെഡിക്കൽ പ്രൊഡക്ട്സ്, എക്യുപ്മെൻറ്റ്സ്, ഡോക്ടർ ആൻഡ് ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ, അതുപോലെ ഫുഡ് ആൻഡ് FMCG, ഫിനാൻഷ്യൽ സർവീസസ്. ഈ ഇൻഡസ്ട്രീസിലൊക്കെ എന്താണ്, സെല്ലിംഗ് ആണ് ഇതിലെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. സെല്ലിങ്ങിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫാസ്റ്റ് ഗ്രോയിങ് ഇവിടെ നടത്താൻ സാധിക്കുള്ളൂ. ബിസിനസ്സിൻ്റെ ഗ്രോയിങ്ങിന് സെല്ലിങ് അത്യാവശ്യമാണ്. അതിൽ ചില എന്താണ് ഏറ്റവും സെല്ലിങ് മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ചില ഇൻഡസ്ട്രീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ചേഞ്ചിങ് റോൾ ഓഫ് ദ സെയിൽസ് പേഴ്സൺ ടു ഡിജിറ്റൽ ഏജ് വന്നതോടുകൂടി നമ്മൾ സെയിൽസ് പേഴ്സൻ്റെ മാറ്റങ്ങൾ, റോളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാണ് ഇവിടെ പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഇ-കൊമേഴ്സും വന്നതോടുകൂടി ട്രഡീഷണൽ റോൾ ഓഫ് എ സെയിൽസ് പേഴ്സൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മുമ്പെന്ന് പറഞ്ഞാൽ സെയിൽസ് പേഴ്സൺ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും വിൽക്കുക, ചില സമയത്ത് വാങ്ങാൻ സാധ്യതയില്ലാത്ത, അത് ആവശ്യമില്ലാത്തവരെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് അവരെ കൊണ്ട് നമ്മൾ വാങ്ങിപ്പിക്കാനായിരുന്നു നോക്കിയിരുന്നത് മുമ്പൊക്കെ. ഇപ്പം ഇ-കൊമേഴ്സ് വന്നതോടുകൂടി എന്ത് ചെയ്തു, റോൾ ഷിഫ്റ്റ് ചെയ്തു, ബിക്കമിങ് കൺസൾട്ടൻ്റ് അഡ്വൈസർ. സെയിൽസ് പേഴ്സണിൽ നിന്നും കൺസൾട്ടൻ്റ് ആൻഡ് അഡ്വൈസറായി മാറി. കാരണം ഇന്ന സാധനം വാങ്ങിക്കാൻ ഇന്ന ഉപകാരമുണ്ട്, അവരെ എന്നാണ് നമ്മൾ പറഞ്ഞു, ലീഡിനെ പ്രോസ്പെക്റ്റിനെ ബയ്യറാക്കി മാറ്റുക. അപ്പം കസ്റ്റമറായിട്ട് നല്ലോണം ഇൻട്രാക്ഷൻ ചെയ്തിട്ട് അവർക്കൊരു കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ ഒരു അഡ്വൈസറോ ആയി മാറുക. ദേ ഹെൽപ്പ് കസ്റ്റമർ നാവിഗേറ്റ് ദ ബൈയിങ് പ്രോസസ്സിൽ അവരെ നാവിഗേറ്റ് ചെയ്യുന്നു വിത്ത് ഹോണസ്റ്റ് ആൻഡ് ക്ലാരിറ്റി. ബിൽഡ് ട്രസ്റ്റ് ബൈ ഓഫറിംഗ് ജെന്യുവിൻ അഡ്വൈസ് റാദർ ദാൻ ഹൈ പ്രഷർ പ്രാക്ടീസ്. ഇനി ടെക്നോളജി ഹാസ് ഓൾസോ ചേഞ്ച്ഡ് ദ വേ സെയിൽസ് പീപ്പിൾ വർക്ക്. സെയിൽസ് പീപ്പിൾ വർക്ക് ചെയ്യുന്നതിൻ്റെ സെയിൽസ് പീപ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും ചേഞ്ചസ് വന്നിട്ടുണ്ട്. ടെക്നോളജിയിലൂടെ സെയിൽസ് പീപ്പിളുടെ വർക്കിംഗ് പ്രോസസ്സും എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, വയർലെസ് ഡിവൈസ് ആൻഡ് മൊബൈൽ ആപ്സ്, അതൊക്കെ വഴി സെയിൽസ് പീപ്പിൾ ആക്സസ് ഇൻഫർമേഷൻ ആൻഡ് സെർവ് ക്ലയൻറ്റ് ഫ്രം എനിവർ. അതുപോലെ ദേ ട്രാവൽ ലെസ് ആൻഡ് യൂസ് വീഡിയോ കോൾസ്, ഇമെയിൽ ആൻഡ് ചാറ്റ്. ട്രാവലിൽ നിന്ന് കുറച്ചുകൊണ്ട് വീഡിയോ കോളോ ഇമെയിലോ ചാറ്റോ വഴിയാണ് ക്ലയൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദിസ് മേക്ക് സെയിൽ ഫാസ്റ്റ്, മോർ എഫിഷ്യൻറ്റ്, കോസ്റ്റ് എഫക്റ്റീവ്. എന്ത് ചെയ്തു, നമ്മുടെ സെയിൽസ് കൂടുതലും പെട്ടെന്ന് നടക്കാനും എഫിഷ്യൻ്റായി നടക്കാനും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നടത്താനും സാധിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. ശ്രദ്ധിക്കുക, പഠിക്കുമ്പോൾ കാണാതെ പഠിക്കുന്നതിന് പകരം
മനസ്സിലാക്കി പഠിക്കുക. കാരണം വളരെ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റാണ്.